താങ്ക് യു. ആഗ്നസ്, നല്ല സോങ് സെലക്ഷൻ. താങ്ക് യു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല ഫീൽ ഉണ്ടായിരുന്നു. Thank you. ബാക്കിയൊക്കെ നമുക്ക് ഇനി ജഡ്ജസിനോട് ചോദിക്കാം. ഓക്കെ ഹരിചേട്ടാ. ആഗ്നസ് ഓ കുഴപ്പമില്ലായിരുന്നു. താങ്ക് യു സാർ. എനിക്ക് മെയിനായിട്ട് ഫീൽ ചെയ്തത് മോളുടെ പിച്ചിങ് ത്രൂ ഔട്ട് ഒരു ഷാർപ്പ് ആവാനുള്ള ടെൻഡൻസി എല്ലായിടത്തും ഉണ്ടായിരുന്നു. നിലാവേ അത് തുടക്കം മുതൽ എല്ലായിടത്തും ഇങ്ങനെ ഒരു കുറച്ച് സെൻസ് ഇങ്ങനെ മേളിലോട്ട് എത്തിക്കുകയായിരുന്നു. പിച്ചിങ് ആയിരുന്നു എനിക്ക് മെയിനായിട്ട്. പിന്നെ മോളുടെ എന്തോ ഒരു റൗണ്ട് ചെയ്ത് പാടുക എന്ന് പറയില്ല നമ്മള്, കുറച്ച് ഇപ്പം എല്ലാം നമ്മൾ സംസാരിക്കുന്ന പോലെ പാടിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും. ഇപ്പം മാമരങ്ങൾ താരതമ്യം കാട്ടിൽ ആടുമ്പോൾ എന്ന് ഞാനിങ്ങനെ പറയുന്ന പോലെ അങ്ങ് പാടിക്കഴിഞ്ഞാൽ അത് ചിലപ്പം കേൾക്കുന്നവർക്ക് അതൊരു നമ്മളതൊരു റൗണ്ട് ചെയ്ത് പാടണം, കുറച്ചും കൂടി ഒരു ഒതുക്കം വേണം പാടുന്നതിൽ. നിലാവേ അത് ആ മാമരങ്ങളൊന്ന് പാടാവോ? അതൊക്കെ കുറച്ചുകൂടി മാമരങ്ങൾ പീലി നീർത്തി ആടുമ്പോ ഒന്നും ഇത്ര അങ്ങനെ അടിക്കണ്ട. കാറ്റിലാടുമ്പോൾ ആ അതിന്റെ അറ്റാക്ക് ഒക്കെ കുറയ്ക്കണം കേട്ടോ, ചില വാക്കുകൾ. അതുപോലെ നെക്സ്റ്റ് ലൈൻ പാടിക്കുന്നു. തെങ്ങാണ് കേൾക്കുന്നത് എനിക്ക്. കേരളം ആയതുകൊണ്ടാ. ചൊല്ലാതെങ്ങു പോകുന്നു, അവിടെ തെങ്ങു എന്ന് പാടുമ്പോ തെങ്ങ് പോകുന്നു, തെങ്ങ് എവിടെയോ പോകുന്ന പോലെ. അങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ മോള് സ്ട്രെസ് ചെയ്യുന്നുണ്ട്. ചൊല്ലാതെ അവിടെയാണ് സ്ട്രെസ്. ചൊല്ലാതെങ്ങു പോകുന്നു, ഇത് ഭയങ്കര ഫ്രീ ആയിട്ട് പാടിയിട്ടുണ്ടോ ശ്രേയാജി? അങ്ങനെ പാടിയൊരു പാട്ടാ. ഇതിലൊരു അറ്റാക്ക് വരുന്ന എവിടെയാ? മെഴുകുനാളമെരുന്നരാ, അവിടെയാണ് ഒരു എനർജി വരേണ്ടത്. പിന്നെ ഇത് ഡ്രോപ്പ് വരണം. ഇതിങ്ങനെ ഒരു ഫ്ലോ എനിക്ക് അതാണ് മിസ് ചെയ്തത്. ഇതെല്ലാം ഇങ്ങനെ വട്ടി പോലെ അങ്ങ് പാടി വെച്ചു. മനസ്സിലായില്ലേ? അപ്പം മോള് കുറച്ചും കൂടി വാക്കുകൾ പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ പാടുമ്പോൾ ആ ഒരു കേൾക്കുന്നവർക്ക് അത് ഇഷ്ടപ്പെടണം. മനസ്സിലായില്ലേ? നിലാവെന്ന് പറയുമ്പോൾ നിലാവ് അടിക്കണം. അപ്പം നമ്മളത് ആ ഒരു ഫീൽ ഉൾക്കൊണ്ട് ആ വേർഡ്സ് എന്താണെന്ന് മനസ്സിലാക്കി കുറച്ച് റൗണ്ട് ചെയ്ത് ഒന്ന് വൃത്തിക്ക് പാടണം. സിംഗിങ് കൊള്ളാം, പക്ഷെ ഞാൻ പറയുന്നത് ദ വേ യു പ്രൊനൗൺസ് അത് മാറ്റിപ്പിടിക്കണം കേട്ടോ. അത് ആഗ്നസിന് ബെറ്റർ ആയിട്ടുണ്ട് ആദ്യം പോലെ, പക്ഷെ ഇനി കുറച്ചും കൂടിയൊക്കെ ഒന്ന് റൗണ്ട് ചെയ്ത് പാടുന്നത് ഒന്നുകൂടി വരാനുണ്ട്. പിന്നെ ഒരു സാധനം ഉണ്ടല്ലോ, ഒരു 3 നോട്ട്സ് വരുന്നത്. അത് പാടിയ സമയത്തൊന്ന് ക്ലിയർ ആയില്ല, ക്ലാരിറ്റി ഇല്ലായിരുന്നു. ബാക്കിയൊക്കെ കുഴപ്പമില്ല. എനിക്കിതാണ് മെയിൻലി തോന്നിയത്, എക്സ്പ്രഷൻസ് ആൻഡ് ദ വേ യു പ്രൊനൗൺസ് കേട്ടോ, കുറച്ചുകൂടി ബെറ്റർ ആക്കണം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഹരിചേട്ടാ. ഷാനിക്ക. ആഗ്നസ്, നമുക്ക് പ്രശ്നം കണ്ടുപിടിക്കാം. ആഗ്നസ് കൂടുതലും അതർ ലാംഗ്വേജ് സോങ്സ് ആണോ കേൾക്കാറ്? അല്ല, എല്ലാം കേൾക്കും. എല്ലാം കേൾക്കും. മലയാളം കേൾക്കും. അവസാനം കേട്ട മലയാളം പാട്ട് ഏതാ? ഈ പാട്ട്. അതർ ലാംഗ്വേജ് ഇപ്പൊ ഏതാ ലാസ്റ്റ് കേട്ടത്? അടിയെന്ന് പറയാം. അടിയെ മറ്റേ കടൽ. അതല്ല അടിയെ, അതോ അടിയെ. ആഗ്നസ് കുറച്ച് മലയാളം പാട്ടുകൾ ഒന്ന് പ്ലേലിസ്റ്റിൽ ഇടണം കേട്ടോ. കാരണം ഉച്ചാരണമാണ് എനിക്ക് കുറെ ഭാഗങ്ങളിലൊക്കെ ചില വാക്കുകൾക്ക് കുറച്ചുകൂടെ കട്ടിയാവാന്ന് എനിക്ക് തോന്നി. പക്ഷെ ആവശ്യത്തിൽ കൂടുതൽ ഇപ്പൊ കാറ്റിലാടുമ്പോൾ ആ ബോ അങ്ങ് ഭയങ്കരമായിട്ട് ഇത് പീക്കടിച്ച് മെസ്സിക്ക് ഇഷ്ടപ്പെടും. അതെ, നിന്ന് ഇപ്പൊ മാരി മേഘം എന്നൊക്കെ പറയുമ്പോ ആ ഘാ ഒക്കെ കുറച്ചുകൂടെ കേൾക്കാന്ന് എനിക്ക് തോന്നി. മലയാളം പാട്ടുകൾ കൂടുതൽ കേൾക്കണം കേട്ടോ. അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് ഞാൻ പറയുന്നത് അത് പാടാൻ വേണ്ടിയിട്ടല്ല, ആ ഭാഷ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് അണ്ടർസ്റ്റാൻഡ്. കാരണം ഫസ്റ്റ് ഇവിടെ വന്നിട്ട് കൊറിയൻ പാടിയിട്ട് നമ്മൾ ഞെട്ടിച്ച ആളാണ് ആഗ്നസ്. അപ്പം നമുക്കറിയാം ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികൾക്കൊക്കെ ഈ ഇന്റർനാഷണൽ മ്യൂസിക്കിനോട് ഒരു ഭയങ്കരമായിട്ടുള്ള ചായ്വുണ്ട്. എൻ്റെ മോനടക്കം ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ഇങ്ങനത്തെ ഒരു കോമ്പറ്റീഷനിലേക്കൊക്കെ വരുമ്പോൾ അല്ലെങ്കിലും നമ്മൾ നമ്മുടെ ഈ മലയാളം പാട്ടുകളും അതിൻ്റെ ഉച്ചാരണം കാര്യങ്ങൾ അതൊക്കെ ഒന്ന് നമ്മൾ മനസ്സിലേക്ക് എടുക്കണം. ഈ ആദ്യത്തെ നിലാവേ നിലാവേയില്ലേ, അതെനിക്ക് ഒറ്റ ബ്രത്തിൽ പാടിത്തരുമോ? നിലാവേ നിലാവേ നീ മയങ്ങല്ലേ.
ഒരു മിനിറ്റ് അതിന്റെ ഇടയിൽ ബ്രത്ത് എടുക്കുന്നുണ്ടോ? ആദ്യത്തെ നിലാവിന്റെയും രണ്ടാമത്തെ നിലാവിന്റെ ഇടയിൽ അത് ഓക്കെ ഓക്കെ ആ ഒറ്റ ബ്രത്തിൽ ചുമ്മാ ഒന്ന് കേൾക്കാൻ വേണ്ടിട്ട്. നിലാവേ നിലാവേ ആ കണക്ട് ചെയ്യണ്ട, ജസ്റ്റ് ഒരു സ്പേസ് മാത്രം ഇട്ടിട്ട്, കാരണം അതിന്റെ ഇടയിൽ ഇങ്ങനെ അതില്ലാതെ കേൾക്കാൻ വേണ്ടിട്ട്. കുഴപ്പമില്ല. പിന്നെ ഈ മറ്റേ വെണ്ണിലാവയുടെ പ്ലാൻ തരതാ അതുണ്ടല്ലോ, അത് വെണ്ണില അത് ക്ലാരിറ്റി വേണം കേട്ടോ. ഓക്കെ മാഡം, Thank you, sir. കേട്ടോ. നല്ല ശബ്ദം Thank അത് you, ഞാൻ sir. പറയാൻ വിട്ടു. നല്ല ശബ്ദം കേട്ടോ. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ശരത് സർ. നല്ല ശബ്ദം താങ്ക് യു സർ. മോളെ നല്ല ജ്ഞാനസ്ഥയാണ് നീ. എനിക്ക് തോന്നിയത് മോളൊരു ഇരുട്ടുമുറിയിൽ ചെറിയൊരു കുടിസുമുറിയിൽ നിന്ന് പാടുന്ന പോലെ അങ്ങ് പാടുക. അല്ല നമ്മുടെ ഇവരെയൊക്കെ നോക്കാം, മോള് നോക്കി സന്തോഷമായിട്ട് പാടണം കേട്ടോ. അല്ലേ? നിലാവേ നിലാവേ, നീ എവിടെടേ നിലാവേ? അങ്ങനെ ഒരു അവസ്ഥ വരരുത്. അത് എന്താണ് ഈ ഒരു പാട്ട് കൊണ്ട് ആ മ്യൂസിക് ഡയറക്ടർ ഉദ്ദേശിച്ചേക്കുന്നത്? സന്തോഷമുണ്ട്, സങ്കടമുണ്ട്, എന്തൊക്കെയോ നേടിയെടുത്ത്, പക്ഷെ അതൊരു ഒന്നും നേടിയതുപോലെ ഒരു ഫീലിംഗ് ഇല്ല, എന്തോ ഒക്കെ കളഞ്ഞു പോയി. അല്ല ഞാൻ പറഞ്ഞ മോളെ നിലാവേ ATM കൊള്ളയടിക്കാൻ പോകുമ്പോൾ ഉള്ള നിലാവല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതിന് ആ ഒരു സുഖം മോള് കാര്യം. നല്ല ശബ്ദം ഇന്ന് ഷാൻ ഇവിടെ നിന്ന് പറയുമ്പോൾ മോൾ അത് ഒരു ഇച്ചിരി ശ്രമിച്ചാൽ മതി, അത് കിട്ടും. ആ നോട്ടും താഴത്തെ നോട്ടും ക്ലാരിറ്റി. പിന്നെ വെണ്ണീല എന്ന് പറഞ്ഞ ആ സമയത്ത് അടിക്കുന്നോടെ കയറി പാടിക്കളായിരുന്നു. ഞാനെനിക്ക് 2 ഡ്യുവൽ പേഴ്സണാലിറ്റി ഫീൽ ചെയ്തു അവിടെ. അതുവരെ വെണ്ണീലാവേ അങ്ങനെയല്ല മോളെ, അത് തപ്പിട്ട് കിട്ടിയില്ല, കിട്ടിയപ്പോ ഓറ്റ പിടി. അതൊന്നും നോക്കണം മോളെ. അതുപോലെ ഈ അനുപല്ലവയുടെ ഒക്കെ തുടക്കത്തിലുള്ള കുറച്ചും കൂടെ ഈ ബൃഹാസിനുള്ള അതെന്താണെന്ന് പറഞ്ഞാൽ മോള് പാടുന്ന എല്ലാം കുറച്ച് ഷാർപ്പാണ്. അപ്പോൾ ഈവൻ ബൃഹാസ് പോലും മോള് കുറച്ച് ഷാർപ്പായിട്ട് പാടുമ്പോൾ അതിൻ്റെ ഒരു സുഖം നമ്മൾ കേൾവിക്കാരന് കിട്ടുന്നില്ല. എന്തൊക്കെയാണ് മോനെ ഷാൻ പറഞ്ഞ പോലെ മോടെ ശബ്ദം നല്ല സ്വീറ്റാണ് കേട്ടോ. താങ്ക് യു സർ. അപ്പോൾ അതുപോലെ ഞാനും ഉണ്ട് നിനക്ക്. ഇത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഇനി മാർക്സ് ചോദിക്കാം. ഹരിച്ചേട്ടാ 7.5. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക 7. താങ്ക് യു സർ. 15 മാർക്സ്. താങ്ക് യു. ഇനി കണ്ടോളാം അതങ്ങോട്ട്. കുറയ്ക്കത്തില്ല. എല്ലാരോടും ഇതാ പറയുന്നത്. എല്ലാവർക്കും നല്ല ആത്മവിശ്വാസം കൊടുക്കുന്നുണ്ട്. പോയി കഴിഞ്ഞിട്ടായിരിക്കും ഈ ചീട്ടുകളെല്ലാം തുറന്നു നോക്കുമ്പോ നിങ്ങളൊക്കെ തുറന്നു നോക്കും, നിനക്കൊരു കുന്തോ ഇല്ലടി. അപ്പൊ അടുത്ത പാട്ട് നന്നായി പ്രാക്ടീസ് ചെയ്ത് വരുമോ? ഉറപ്പല്ലേ? ഉറപ്പ്. അപ്പൊ മിൽമ നൽകുന്ന ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ്. താങ്ക് യു.